ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. 2 വർഷത്തിലധികമായി മുടങ്ങിക്കിടന്ന പണികൾ പുനരാരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്നാണ് നിർമ്മാണം നിലച്ചത്. നിർമ്മാണം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി NCC അഡീഷണൽ ഡയറക്ടർ ജനറൽ രമേശ് ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ എയർ സ്ട്രിപ്പിൽ പരിശോധനകൾ നടത്തി. NCCയുടെ എയർവിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകാനാണ് ഇടുക്കിയിലെ സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. NCC സംസ്ഥാന സർക്കാരിന് കൈമാറിയ 24 കോടി രൂപയിൽ 14 കോടി രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. 800 മീറ്റർ റൺവേയും വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാങ്ങറും വാച്ച് ടവറും ഒക്കെ പൂർത്തിയായി. അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് കനത്ത മഴയിൽ റൺവേയുടെ ഷോൾഡറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുപോയത്. പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വനംവകുപ്പ് തടയുകയായിരുന്നു. NCCക്ക് കൈമാറിയ 12 ഏക്കർ സ്ഥലത്തിൽ ഒരു ഭാഗം റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തതാണെന്നാണ് വനംവകുപ്പിന്റെ വാദം. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ ഈ ഭൂമി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചെടുക്കാനാണ് തീരുമാനം. വനം, റവന്യൂ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് ഇവിടെ എയർ സ്ട്രിപ്പിനുള്ള തടസ്സങ്ങൾ നീക്കിക്കിട്ടാൻ വനം വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തണമെന്നുള്ള തീരുമാനമെടുത്തിരുന്നു. 7-1 നോട്ടിഫിക്കേഷൻ റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. അത് വനം മന്ത്രി കൂടെ ഇരുന്ന് ഈ വിഷയം അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച് അതിൻ്റെ പ്രകാരം മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഫയൽ എത്തിക്കഴിഞ്ഞു. താമസം വിനാ നമുക്ക് ബാക്കി എല്ലാ തടസ്സങ്ങളും നീക്കിക്കിട്ടും. ഇതിനോടകം വ്യോമസേനയുടെ ചെറുവിമാനവും ഹെലികോപ്റ്ററും പരീക്ഷണ ലാൻഡിംഗ് നടത്തിയിരുന്നു. ഏപ്രിൽ മാസത്തിൽ എയ്റോ മോഡൽ ഉപയോഗിച്ച് സേഫ് ലാൻഡിംഗും ടേക്ക് ഓഫും കേഡറ്റുകൾ ഇവിടെ പൂർത്തിയാക്കി. ഇടിഞ്ഞുപോയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മണ്ണു പരിശോധനയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ നൽകി. 6.5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജനം, ഇടുക്കി.